നല്ല രുചിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായ രുചികൾ അറിയുവാനാണ് നല്ല രുചി പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടം. അതുകൊണ്ട് തന്നെ പുതുമയാർന്നതും വ്യത്യസ്തമായ രുചികളുമായാണ് എല്ലാ എപ്പിസോഡും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുമരകത്തുള്ള കോക്കനട്ട് ലഗൂൺ റിസോർട്ടിലാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കോക്കനട്ട് ലഗൂൺ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. 35 ഏക്കർ സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു കൺസ്ട്രക്ഷൻ ഒരു ട്രഡീഷണൽ കേരള സ്റ്റൈലിലാണ്. അത് കൂടാതെ വേമ്പനാട്ട് കായലിനോട് ചേർന്നാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ തണുത്ത കാറ്റും അതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ്റെ നടുവിലിരിക്കുമ്പോൾ ഒരു നല്ല ഫീലിംഗ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകളിൽ നിന്ന് നമ്മുടെ രുചിവിശേഷത്തിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ഷെഫ് നമുക്ക് വേണ്ടി നല്ല 2 വിഭവങ്ങളുമായി അവിടെ കാത്തിരിക്കുകയാണ്. നല്ല രുചി കുമരകത്തുള്ള കോക്കനട്ട് ലഗൂൺ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. ഈ റിസോർട്ടിലെ ഷെഫായ ഷെഫ് മിസ്റ്റർ നവീൻ ചന്ദ്രനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹായ് ഷെഫ്, വെൽക്കം ടു ദി ഷോ. എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സലാഡാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ മീൻ കൊടവൻ സലാഡ്. മീൻ കൊടവൻ സലാഡാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. കൊടവൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഹെർബൽ പ്ലാന്റ് ആണ്. ഓക്കെ, ഒരു ഹെർബൽ പ്ലാന്റ് ആണ്. ഇങ്ങനത്തെ ഒരു ഇലയാണ് കൊടവൻ. നമുക്ക് ആക്ച്വലി ഇവിടെ നമ്മുടെ എല്ലാ ഗാർഡൻസിലും എല്ലാം ഉള്ള ഒരു ലീഫാണ്. ഓക്കെ. അത് കൂടാതെ നമ്മൾ ഒരു ഇച്ചിരി മൈക്രോ ഗ്രീൻസ് ഇടുന്നുണ്ട്. നമ്മൾ ചെറുപയർ മുളപ്പിച്ചതാണ് ഇത്. ഓക്കെ, ചെറുപയർ മുളപ്പ് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ മുളപ്പിച്ച് ചെറുപയർ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ജസ്റ്റ് ഒന്ന് സ്പ്രൗട്ട് ചെയ്ത് വന്ന ആ ഒരു അതിനേക്കാളും നല്ല എഫക്റ്റ് ആണ് നമ്മൾ ഇച്ചിരി എൻ്റെ പ്ലാന്റിലായിട്ട് ഗ്രോത്തിലായിട്ട് ഈ ഇല വരണ വരെ ഒരു ലെങ്ത് ആകുന്ന വരെ. ഓക്കെ, അപ്പോൾ ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്? വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മീൻ. നമ്മൾ ഇന്ന് ഇവിടെ എടുത്തേക്കുന്നതാണ് സീബ്രാലാണ്, നമ്മൾ ഈ മോദ എന്ന് പറയുന്നത്. ഓക്കെ, ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തേക്കുവാണ്. ചില്ലി പൗഡർ, ലൈം ജ്യൂസ് ഒക്കെ ഇട്ട്. ഓക്കെ, സാധാരണ ഫിഷ് മാരിനേറ്റ് ചെയ്യണം. ഫിഷ് മാരിനേറ്റ് അതുപോലെ. അത് കൂടാതെ നമ്മൾ കുറച്ച് ഷാലോട്ട്സ് യൂസ് ചെയ്യും, ചെറുള്ളി. പിന്നെ നമ്മൾ മസ്റ്റേർഡ് സീഡ്സ്, കടുക്, ചോപ്ഡ് ജിഞ്ചർ, ഗ്രീൻ ചില്ലീസ്, കറി ലീവ്സ്, ടർമറിക് പൗഡർ, കുറച്ച് ഗരം മസാല, ലെമൺ ജ്യൂസ്, ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട്, കോക്കനട്ട് ഓയിൽ. വേണമെങ്കിൽ നമുക്ക് ഇത് സലാഡ് ഓയിലും ചെയ്യാം. പിന്നെ ഇത് സോൾട്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സോൾട്ട് സീ സോൾട്ട് ആണ്. നമ്മൾ സാധാരണ അയോഡൈസ് സോൾട്ട് ഉപയോഗിക്കാറില്ല, ബിക്കോസ് അതിനകത്തൊക്കെ കെമിക്കൽസ് ഒക്കെ ഇഷ്ടം പോലെ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട്. അതിനുവേണ്ടി നമ്മൾ സീ സോൾട്ട് ആണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ സെർവ് ചെയ്യുന്ന CGHന്റെ കൺസെപ്റ്റ് വെച്ചാൽ നമ്മൾ സെർവ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി പ്യുവർ ഫുഡാണ്. തുടങ്ങാം. നമ്മൾ പാൻ എടുക്കുന്നു. നമ്മൾ ആദ്യമേ ഓയിൽ എടുക്കുന്നു. കോക്കനട്ട് ഓയിലാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മസ്റ്റേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം.
നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനുശേഷം അതിൽ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ ഇഞ്ചി കൊണ്ടിടുന്നു. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചി. ഒരു ടീസ്പൂൺ മതി. പിന്നെ അടുത്ത് നമ്മൾ ഗ്രീൻ ചില്ലി ഇടുന്നു. പച്ചമുളക് അത് ആവശ്യത്തിനനുസരിച്ച് സ്പൈസി ലെവൽ എങ്ങനെ വേണ്ടത് നമുക്ക് എരിവിനനുസരിച്ച്. ഷെഫ് ഒരു ടീസ്പൂൺ നമ്മൾ ഇച്ചിരി കറി ലീവ്സ് ഇടുന്നു. ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം. സാലഡാണ്. അതെ, സലാഡാണ്. ഇതൊരു വാം സലാഡാണ്. ആക്ച്വലി കോൾഡ് അല്ല, ഒരു വാം സലാഡ്. നമ്മൾ ചെറുള്ളി ആഡ് ചെയ്യുന്നു. അത് ഏകദേശം 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ചെറുള്ളി ആയിട്ടുണ്ട്, സോട്ട ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഇച്ചിരി ടർമറിക് പൗഡർ ഇടാം. മഞ്ഞൾപ്പൊടി. അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. നമ്മുടെ ഫിഷ് ആഡ് ചെയ്യുന്നു. ചെറുത് ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഫിഷ് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം, നമ്മുടെ ഇഷ്ടം. പക്ഷേ അധികം പൊടിയുന്ന നെയ്മീനൊക്കെ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. പൊടിയാത്ത മീൻ എടുക്കാം, ഇച്ചിരി നല്ലതായിരിക്കും. നമ്മുടെ സോൾട്ട്, സീ സോൾട്ടാണ്. നമ്മുടെ വീട്ടിൽ കല്ലുപ്പ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ കലക്കി വെള്ളത്തിൽ കലക്കി വെച്ചേക്കാം. ഇപ്പം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഫിഷ് മറ്റേ സീബ്ര മോദ എന്ന് പറയുന്ന ഫിഷാണ് യൂസ് ചെയ്തത്. അത് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്തു ചെറുതായി അല്ലേ? ലൈറ്റ് ആയിട്ടൊന്ന് മാരിനേറ്റ്. നമ്മൾ ഇച്ചിരി ചില്ലി പൗഡർ, ഇച്ചിരി ലെമൺ ജ്യൂസ് ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത്. ഉപ്പ് ചേർക്കത്തില്ല. ഉപ്പ് ആദ്യമേ ചേർത്ത ഫിഷ് ഡ്രൈ ആയിപ്പോവും. ഇവിടെ നമ്മുടെ ഫിഷ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ വെള്ളമൊക്കെ ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഹെർബ്സ് അങ്ങ് ഇടാം. കൊടുവൻ ഇടാം. അതെ, കൊടുവൻ. ഈ ഇല ആക്ച്വലി ഇതൊരു നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ബോഡിക്ക്. പിന്നെ ഇത് നമ്മുടെ ഇവിടെ മാത്രമല്ല, അത് ശ്രീലങ്ക, മലേഷ്യയിലൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഡ്രിങ്ക്സ് വരെ ഉണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ആദ്യമേ കൊടുവനിട്ടു. പിന്നെ ഇച്ചിരി മൈക്രോ ഗ്രീൻസ് ഇടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ചെറുപയർ മുളപ്പിച്ചതാണ്. സാധാരണ നമ്മൾ ജസ്റ്റ് സ്പ്രോട്ട് ചെയ്ത ആ ഇതാണ് നമ്മൾ മുളപ്പിച്ചത് വീട്ടിൽ യൂസ് ചെയ്യുക. പക്ഷെ ഇത്രയും ഇല വന്നിട്ട് യൂസ് ചെയ്താൽ അത് അതിനേക്കാളും ബെറ്റർ ആണെന്നാണ് ഷെഫ് പറയുന്നത്. സോട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി ലൈം ജ്യൂസ് ഒഴിക്കുന്നു. കുറച്ചൊരു ഏകദേശം 1 ടീസ്പൂൺ. ഒരു അര ടീസ്പൂണിന് ഇച്ചിരി കൂടുതൽ. ഓക്കെ, തേങ്ങ ചീകി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തേങ്ങ നല്ല ഇഷ്ടമെങ്കിൽ കൂടുതലിട്ടാലും പ്രോബ്ലം ഇല്ല. സാലഡ് ആയതുകൊണ്ട് ഈ ഇതൊക്കെ നമ്മൾ എരിവും തേങ്ങയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം തേങ്ങ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ തേങ്ങ അല്ലാതെയും തന്നെ നമുക്കിത് ചെയ്യാം, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേക്കാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വാം സലാഡാണ്, ഹോട്ടല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ ഒന്ന് ലോ ചെയ്യും. ബിക്കോസ് ആ ഫുൾ ഹീറ്റോടെ സലാഡ് കഴിക്കാൻ പറ്റത്തില്ല. സോ ഇച്ചിരി ഒന്ന് ലോ ചെയ്യും. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒന്ന് സർവീസിന് മുമ്പായിട്ട് ചെറുതായിട്ടൊരു ഗരം മസാല ഒന്ന് ആഡ് ചെയ്യും. ഒന്ന് തണുത്ത് തരണം. എന്നിട്ട് നമ്മൾ നല്ലൊരു മിക്സ് ചെയ്യുന്നു. നമ്മൾ ഗാർണിഷ് ആയിട്ട് നമ്മുടെ കൊടുവൻ, നമ്മുടെ മൈക്രോ ഗ്രീൻസ്, എന്നിട്ട് ഒരു ഇച്ചിരി ഗ്രേറ്റഡ് കോക്കനട്ട്,
സോ ഇതാണ് സലാഡ്. ഓക്കെ, അപ്പം നമ്മുടെ മീൻ കൊടവൻ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ആയിക്കോട്ടെ. ഫസ്റ്റ് ഞാൻ ഫിഷ് എടുക്കാം. ഫിഷും ആ ഒരു എല്ലാം ചേർത്തെടുത്തു, അതിൻ്റെ ചേർത്തെടുക്കാം. എല്ലാം ഒരു മിക്സ് ആയിട്ടൊരു എന്താ പറയാ, എല്ലാം ഡ്രൈ ആയിട്ട് സെപ്പറേറ്റ് ഉണ്ട്, പക്ഷെ ടേസ്റ്റ് വരുമ്പം മിക്സ് ആയിട്ടുണ്ട്. അടിപൊളി. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഒന്നും കൂടി ഞാൻ ഫസ്റ്റ് തൊട്ട് പറയാതെ എങ്ങനെ ഉണ്ടാക്കിയെന്ന്. അത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ കടുക് പൊട്ടിച്ചു. എന്നിട്ട് അത് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ കറിവേപ്പില ഇതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചു. അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ടു. അതിനുശേഷം മീനിട്ടു. മീനിട്ടതിന് ശേഷം കുറച്ച് ലെമൺ ജ്യൂസ് ഇട്ടു. അതിനുശേഷം നമ്മുടെ ഇലകൾ രണ്ടും, കൊടവൻ ഇലയും അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ മുളപ്പിച്ച ഇലയും, ഇത് രണ്ടും മിക്സ് ചെയ്തു. നന്നായി ഒന്ന് വഴറ്റി അതിനുശേഷം നമ്മൾ തേങ്ങ ഇട്ടു, ഗ്രേറ്റ് ചെയ്ത് വെച്ച് തേങ്ങ ഇട്ടു, കുക്ക് ചെയ്തിട്ട് തേങ്ങ ഇട്ടു, പിന്നെ തേങ്ങ ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, നന്നായി ഒന്ന് കുക്ക് ചെയ്തു. ആ വേറെ വെള്ളമൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു ഫിഷിന്റെ വെള്ളത്തിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തു. പിന്നെ നമ്മൾ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരു അല്പം ഒരു ഗരം മസാല ഇട്ട് ജസ്റ്റ് ഒന്ന് അത് മിക്സ് ചെയ്തെടുത്തു, എല്ലാ പാട്ടിലും എത്തുന്ന പോലെ മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ആ കൊടവൻ ഇലയും അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ച ഇലയും കൂടി വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തു. അടിപൊളിയായിട്ടുണ്ട് ഷെഫ്. ഇത് മാത്രമല്ല, ഒരു ഡിഷും കൂടി ഷെഫ് ഞങ്ങൾക്ക് പറഞ്ഞതല്ലേ, അപ്പം അതിലേക്ക് പോവാം. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, ഞാൻ ഫിനിഷ് ചെയ്യാം കേട്ടോ. നല്ലൊരു യമ്മി ഡിഷ് ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി. അടുത്തതായിട്ട് എന്താണ്? അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചെമ്മീൻ കരിക്ക് മസാല. ചെമ്മീൻ കരിക്ക് മസാല, അതെ. അപ്പോൾ ചെമ്മീനും കരിക്കും രണ്ടും മിക്സപ്പ് ആയിട്ടുള്ള ഒരു നാടൻ ഡിഷ്. സോ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നത്. പരിചയപ്പെടുത്തിത്തരാം. സോ ആദ്യമേ നമുക്ക് മസ്റ്റേർഡ് ഉണ്ട്, പിന്നെ ഡ്രൈ ചില്ലി, ലെമൺ ജ്യൂസ്, ഇത് ഇച്ചിരി ഫെനുഗ്രിക് പൗഡറാണ്, ഉലുവപ്പൊടി. പിന്നെ നമുക്ക് ഇതുണ്ട് ഗാർലിക്, പിന്നെ ജിഞ്ചർ, ജൂലിയൻസ് ഓഫ് ജിഞ്ചർ, പിന്നെ ചില്ലി പൗഡർ, ടേമറിക് പൗഡർ, ഇത് നമ്മുടെ മുളക് കീറിയത്, പച്ചമുളക് കീറിയത്, പിന്നെ നമ്മൾ ഇച്ചിരി ഒണിയനുണ്ട്, ചെറിയുള്ളി, ഷാലോട്ട്സ്, കോക്കനട്ട് പേസ്റ്റ് ഉണ്ട്. അടുത്ത് നമ്മൾക്ക് കരിക്കാണ്. കരിക്ക് നമ്മൾ നല്ല ചെറിയ കരിക്കാണ് എടുത്തേക്കുന്നത്. അത് നീളമായിട്ട് കട്ട് ചെയ്യണം. സോഫ്റ്റ് പീസ് എടുക്കാവുള്ളൂ. അധികം വെൽഡൺ ആയ കരിക്ക് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബൈറ്റ് ചെയ്യും. പിന്നെ ടൊമാറ്റോ ഉണ്ട്. നമ്മൾ ഈ ടൈഗർ പ്രോൺസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ടൈഗർ പ്രോൺസ് നമ്മൾ ജസ്റ്റ് ഹെഡ് റിമൂവ് ചെയ്യും. ഹെഡ് റിമൂവ് ചെയ്താൽ നമ്മൾ ഷെൽസ് റിമൂവ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ ടെയിൽ വെക്കും. ടെയിലോണാണ് ഈ കാണുന്ന പോലെ ടെയിൽ വെക്കും. ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് വെയിനും ഇടയ്ക്കത്തെ വെയിനും റിമൂവ് ചെയ്യാം. ടെയിൽസ് മാത്രം. ടെയിൽ വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈസിയാണ് കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ വേറെ അതിൻ്റെ ചെറിയ സ്റ്റോക്കും കിട്ടും. ഷെല്ലിൻ്റെ ഫ്ലേവർ സ്റ്റോക്കായിട്ടൊക്കെ കിട്ടും. അപ്പോൾ അതെല്ലാം കൂടിയായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇനിയിപ്പോൾ തുടങ്ങാം. ആദ്യമായിട്ട് ഓയിൽ എടുക്കുന്നു. വെളിച്ചെണ്ണ യൂസ് ഫസ്റ്റ് മസ്റ്റർഡ് സീഡ് ഇടുന്നു. എണ്ണ ഒഴിച്ചു, അത് ചൂടായി വരുന്നു. അതിലേക്ക് നമ്മൾ കടുകിടുന്നു. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഡ്രൈ സെമി ഡ്രൈ. ഇത് വേണമെങ്കിൽ ഗ്രേവി ആക്കാം, നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം. ഇത് ഓക്കെ. അപ്പോൾ കടുക് നന്നായി പൊട്ടുന്നു. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഇഞ്ചി ഇടുന്നു. ഇഞ്ചി ഇഞ്ചി ഇങ്ങനെ നേരെയായിട്ട് അരിഞ്ഞിട്ട് ജൂലിയൻ കട്ട് ഇഞ്ചി ഇടുന്നു. പിന്നെ അതിനകത്തോട്ട് ഗാർലിക് ഇടുന്നു. വെളുത്തുള്ളി ഏകദേശം 2 ടീസ്പൂൺ അല്ലേ? ജസ്റ്റ് ഒന്ന് സോട്ട് ആ ഫ്ലേവർ. ഇത് നമ്മൾ പച്ചമുളക് ഇടുന്നു. അതും ഈ പറഞ്ഞ പോലെ നേരെയായിട്ടാണ് സ്ലിറ്റ് ചെയ്തേക്കണമെല്ലാം. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് 2-3 സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്യണം. ഈ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഓയിലിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടി. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വറ്റൽമുളക് ഇടുന്നു. ഡ്രൈ ചില്ലി, അതൊന്ന് സോട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് നല്ല ഫ്രഷ് കറി ലീവ്സ് ജസ്റ്റ് സോട്ട് ആയി കഴിയുമ്പോൾ നമ്മൾ ചെറിയുള്ളി അതൊരു 2 ടേബിൾ സ്പൂൺ.
ഇതൊന്ന് സോട്ടേ ചെയ്യണം. എൻ്റെ ഓണയൻ സോട്ടേ ആയിട്ടുണ്ട്. നല്ല കളർ മാറ്റി ജസ്റ്റ് ഒരു സോട്ടേക്കാൻ ഇച്ചിരി കൂടുതൽ. ഈ സ്റ്റേജിൽ നമ്മൾ ബ്രൗൺ ആണ് മതി. വാടി വന്നു നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ അടുത്ത് നമ്മൾ മുളക് പൊടി, 1/4 ടീസ്പൂൺ. നമ്മൾ പച്ചമുളക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മളതൊന്ന് സോട്ടേ ചെയ്യും. ജസ്റ്റ് ആ മസാല ഒന്ന് മൂക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തെടുക്കും. നമ്മുടെ പ്രോൺസ് ഇടാം. നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ്. ഈ മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കുന്നു. പ്രോൺസിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് തക്കാളി ഇടുന്നു. തക്കാളി വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനെ പെട്ടെന്ന് കുക്കാൻ വേണ്ടിയാണ്. ഈ പ്രോൺസിൻ്റെ കുക്കിംഗ് ടൈം വളരെ ലോ ആണ്. ഹൈ പ്രോട്ടീൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. ഇളക്കി കൊടുക്കുക. അതിനകത്ത് ലെമൺ ജ്യൂസ് ഒഴിക്കുക. അതാണ് പുളിപ്പ് കിട്ടാൻ വേണ്ടി. അതെ, പുളിപ്പ് കിട്ടാൻ വേണ്ടി. തക്കാളി ഉള്ളതുകൊണ്ട് ഓൾറെഡി കുറച്ച് പുളിപ്പുണ്ട്. എന്നാലും ഒന്ന് ആഡഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇച്ചിരി നമ്മൾ ഈ ലെമൺ ജ്യൂസിന് പുറകെ ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ആ പ്രോൺസിൻ്റെ വെള്ളം ഇറങ്ങി വരും. സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ പ്രോൺസിൻ്റെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ രീതിയിൽ പെട്ടെന്ന് കുക്കാവും. ചെമ്മീൻ്റെ കളർ മാറുമ്പോൾ അതിൻ്റെ കളർ മാറി വരും. കുക്കായി വരുമ്പോൾ നല്ല ഗ്രീനിഷ് ഒരു കളറാണ്. പിന്നെ അത് റെഡായി ഓറഞ്ച് കളറായിട്ട് നമുക്കൊന്നും ആവശ്യമൊന്നും വെള്ളമില്ല. ഇച്ചിരി വെള്ളം ആഡ് ചെയ്യാം. അത് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം വറ്റിയ പോലെയാണ്. കുറച്ച് വെള്ളമുള്ള അപ്പോൾ ഷെഫ് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തു. ഓക്കെ, ഇത് ജസ്റ്റ് തേങ്ങ പേസ്റ്റ് ചെയ്താൽ മാത്രമാണ്. തേങ്ങ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അരച്ചതാണ്. തേങ്ങ ആഡ് ചെയ്തു. തേങ്ങ എന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ച തേങ്ങ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. ആ ഒരു കടുത്ത കളറൊക്കെ പോയിട്ട് മസാലയുടെ ഒന്ന് ലൈറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച കറിയുടെ കളറായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ നമ്മുടെ കരിക്ക് നല്ല ഫൈനായിട്ട് കരിക്ക് ആഡ് ചെയ്യുന്നു. ഇതുപോലെ ഇങ്ങനെ നേരതായിട്ട് അരിഞ്ഞെടുക്കുക അല്ലേ? അതും സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് എടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ബൈറ്റ് കിട്ടും. ബൈറ്റ് ഇട്ടായിരിക്കാൻ വേണ്ടി നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നു. ഏകദേശം ഇത് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഫൈനലായിട്ട് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഉലുവാപ്പൊടി എടുത്തിട്ട് ഒരു നുള്ളു ഉലുവാപ്പൊടി ഒന്ന് ആഡ് ചെയ്യും. കഴിക്കുന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കും. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഗ്രേവിയാണ് ഷെഫ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ ഒന്ന് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മതി. നമ്മുടെ ചെമ്മീൻ കറി മസാല റെഡി. ഓക്കെ, ഇനി ഇത് പ്ലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഷെഫ് ഇവിടെ ഓൾറെഡി അപ്പവും അതുപോലെ തന്നെ ചല്ലാസ്, നാടൻ ഒരു സലാഡാണ്. കരിക്കിന്റെ ആ ഒരു പീസസ് ഒക്കെ കാണുന്നുണ്ട്. ഗാർണിഷ് ആയിട്ട് ഇച്ചിരി ഇതാണ് ചെമ്മീൻ കരിക്ക് മസാല, കല്ലപ്പവും ചല്ലാസുമായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ കരിക്ക് മസാല, കല്ലപ്പം, അതുപോലെ സാലഡ് ചല്ലാസിനൊപ്പം ഷെഫ് എനിക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്നുകൂടി പറഞ്ഞു കൊടുക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന്.
സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമ്മൾ സാധാരണ ചെയ്യണ പോലെ. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ കടുക് ഇട്ട് പൊട്ടിച്ചു. അതിൽ നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്ര ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്തു. ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തു. അത് നമ്മൾ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് വാടി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഒന്ന് സോട്ട് ചെയ്തു. അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ടു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ടു അല്ലേ, ചെമ്മീൻ ഇട്ടു. തക്കാളി അത് നേരിയതായിട്ടായിരുന്നു തക്കാളി അതിലേക്ക് ഇട്ടു. ആ തക്കാളി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് വന്ന ശേഷം നമ്മൾ പ്രോൺസ് ഏകദേശം ഒരു ഹാഫ് ഡൺ ആയി കഴിയുമ്പോൾ തേങ്ങ പേസ്റ്റ് നന്നായി സ്മൂത്ത് ആയിട്ട് ചെയ്ത് തേങ്ങ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് പ്രോൺസ് ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ടെൻഡർ കോക്കനട്ട് നമ്മൾ കരിക്ക് നേരിയതായിട്ട് അരിഞ്ഞതാണ്. അതും സോഫ്റ്റ് പാട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളത് ഓഫ് ചെയ്യുന്ന തൊട്ട് മുന്നേ കുറച്ച് ഉലുവാപ്പൊടി ഇടുക, കൂടുതലാക്കരുത്. എന്നിട്ട് ജസ്റ്റ് ഇളക്കി ഓഫ് ചെയ്യുക. റെഡിയായി. അപ്പം സെർവ് ചെയ്തിട്ട് ഷെഫ് ഇപ്പം എൻ്റെ മുന്നിലുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം കരിക്കിൻ്റെ പീസും വെച്ചിട്ട് ഗ്രേവി കൂട്ടി ഒന്ന് കഴിച്ചോക്കെ. കരിക്ക് സത്യം പറഞ്ഞാൽ ഒരു അലിഞ്ഞു പോകണ പോലത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ അതുപോലെ തന്നെ സോഫ്റ്റാണ്. ഇനി ചെമ്മീൻ ട്രൈ ചെയ്യാം. ചെമ്മീനിൽ ഈ പറഞ്ഞ പോലെ ആ മസാല ഇറങ്ങിയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്താ പറയുക, നല്ലൊരു എനിക്ക് തോന്നുന്ന കരിക്കിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം എല്ലാം കൂടി ഒരുമിച്ച് കഴിച്ചു. എല്ലാം കൂടി കോമ്പിനേഷൻ ആയിട്ട് നല്ലൊരു ടേസ്റ്റ്. ആ കരിക്ക്, ചെമ്മീൻ, അതുപോലെ തന്നെ എന്താ പറയുക, ആ ഉലുവ ലാസ്റ്റ് നമ്മൾ ഉലുവയൊക്കെ ഇട്ടു. ആ ഒരു ടേസ്റ്റും ഒരു ഇച്ചിരി പുളിപ്പ് പോലെ ആ തക്കാളിയൊക്കെ ഇട്ടു നമ്മൾ. അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ചു. അതൊക്കെ അടിപൊളി കിടിലൻ ഡിഷ്. അടിപൊളിയായിരുന്നു ഷെഫ്. താങ്ക് യു സോ മച്ച്. എന്തായാലും നല്ല 2 വെറൈറ്റി, അതും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ 2 വെറൈറ്റിയാണ് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞതെന്ന്. ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇപ്പോൾ 2 അടിപൊളി ഡിഷ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. വീട്ടിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള അടിപൊളി ഡിഷസുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.